ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ആദ്യം തന്നെ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നുണ്ട്. റീഡിങ്സ് എടുക്കുന്നുണ്ട് ഞാൻ. ഫസ്റ്റ് റീഡിങ്സ് നമ്പേഴ്സ് ഇവിടെ തന്നെ നമ്പർ ഇതിൻ്റെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. താഴെയാണ് കുറച്ച്. ഓക്കെ, നിങ്ങൾക്ക് കാണുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഞാൻ പറ്റിയാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടി ഞാനൊന്ന് ഇടാൻ ശ്രമിക്കാം. അവിടെ കൂടി ഇട്ട് വയ്ക്കാം. ഓക്കെ, സോ ഇവിടെ റീഡിങ്സ് എടുക്കുന്നുണ്ട്. കൂടുതലല്ല, ഒരുപാട് ചെയ്യുന്നില്ല. കാരണം എനിക്കിപ്പോൾ സെൽഫ് ലവ് ക്ലാസ്സിൻ്റെ കുറേ സമയം പോകുന്നുണ്ട്. അതുപോലെ വേറെ ടാരോൻ്റെ ക്ലാസ്സും നടക്കുന്നുണ്ട്. സോ 2-3 കാര്യങ്ങൾ ഇങ്ങനെ എൻ്റെ ഉണ്ട് ഓൾറെഡി. പിന്നെ യൂട്യൂബിൻ്റെയും ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും എല്ലാം കൂടി ആവുന്നില്ല. ഓക്കെ, സോ അതുകൊണ്ട് കുറവാണ്. പക്ഷേ കോൺടാക്ട് ചെയ്തോളൂ. വേണമെങ്കിൽ ചെറിയ ചെറിയ റീഡിങ്സ് ആയിട്ട് ഞാൻ പെട്ടെന്ന് തരുന്ന രീതിക്കാണ് എനിക്ക് ചെയ്യാൻ താല്പര്യം. കാരണം ഒരുപാട് ലൈക്ക് ലോങ് ബുക്കിംഗ് ഒക്കെ കൊടുത്തു വെച്ച് ഞാൻ മുമ്പ് അങ്ങനെയൊക്കെ ആയിരുന്നു. ബട്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. സോ ഇപ്പം എനിക്ക് ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് റീഡിങ് എത്രയും വേഗം ചെയ്തു തരാമെന്നുള്ള രീതിയിലാണ്. സോ ചെറിയ റീഡിങ്സ് ആയിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അത്യാവശ്യം അറിയേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരാം എന്ന രീതിയിലാണ്. സോ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യൂ. സോറി പറഞ്ഞ തെറ്റിപ്പോയി. ഓക്കെ, താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യൂ. നമ്പർ ഇവിടെ ഉണ്ട്. ഞാൻ നിങ്ങൾക്കത് കാണുന്നില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടി ഒന്ന് കൊടുത്തു വയ്ക്കാം. ഓക്കെ, താഴത്തെ ഡിസ്ക്രിപ്ഷൻ്റെ ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണും. ഓക്കെ, സോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യൂ. ഓക്കെ, റീഡിങ്സ് എടുക്കുന്നുണ്ട്. അതൊരു കാര്യം. ഓക്കെ, ഞാൻ ഇങ്ങനെ എന്താ പറയാനുള്ളതെന്ന് ആലോചിച്ചു പോയി. ഓക്കെ, ഇന്നത്തെ റീഡിങ് ജസ്റ്റ് ജനറൽ ഗൈഡൻസ് എന്ന് എടുക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ലൈക്ക് യൂണിവേഴ്സ് നിങ്ങളെ ലൈക്ക് നിങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് യൂണിവേഴ്സ് നമുക്കൊരു വാർണിംഗ് തരിക എന്ന് പറയില്ലേ, ആ രീതിക്ക് എന്തെങ്കിലും യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കറക്റ്റ് ആണോ അല്ലേ എന്ന രീതിക്ക് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. സോ അതിൽ കറക്റ്റ് അല്ലാത്ത കാര്യങ്ങൾ യൂണിവേഴ്സ് ഒന്ന് പോയിന്റ് ചെയ്യുമോ എന്ന് നോക്കാം നമുക്ക്. ആൻഡ് ശരിയായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിനും ഒന്നെടുക്കാം. ഓക്കെ, വളരെ ഒരുപാട് ലോങ് റീഡിംഗ് ഒന്നും ആക്കുന്നില്ല, ചെറിയ റീഡിംഗ് ആണ്. ആദ്യം യൂണിവേഴ്സ് അപ്രൂവ് ചെയ്യാത്ത കാര്യങ്ങൾ, അതായത് നല്ലതല്ല എന്ന് യൂണിവേഴ്സ് പറയുന്ന എന്ത് കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാറ്റേണ്ടത്, എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. നല്ലതല്ല നിങ്ങൾക്ക് നല്ലതല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ യൂണിവേഴ്സ് നമുക്കൊരു വാർണിംഗ് എന്താ തരുന്ന നോക്കാം. ഓക്കെ, 7 of Cups, Lovers, 6 of Swords, ഒരുപാട് ലോങ് ആക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക്, ബട്ട് എടുക്കുമ്പോൾ നോക്കാം. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇവിടെ മെയിനായിട്ട് യൂണിവേഴ്സ് പറയുന്നതിൽ നിങ്ങൾ ചെയ്യുന്നതിൽ തെറ്റ് എന്ന രീതിക്കല്ല, ബട്ട് നിങ്ങളൊന്ന് സൂക്ഷിക്കാനുള്ള ഒരു വാർണിംഗ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ കാണുന്നത് നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ മുമ്പിൽ അവസരങ്ങൾ ഒരുപാട് അല്ലെങ്കിൽ അവസരങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ തീരുമാനമെടുക്കാനുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിങ്ങൾ ഐ തിങ്ക് വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് എനിക്ക് മെയിനായിട്ട് കാണുന്നത്. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതിനെയാണ് ഇവിടെ യൂണിവേഴ്സ് എതിർക്കുന്നത്. അതായത് നിങ്ങളുടെ ചിന്ത പോകുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത്, അതായത് നിങ്ങളുടെ മുമ്പിൽ നല്ല കാര്യങ്ങളെ ചൂസ് ചെയ്യാതെ നിങ്ങളുടെ ചിന്തകൾ വേറെ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊടുക്കാതെ നിങ്ങൾ മറ്റു പലതിലേക്കും നിങ്ങളുടെ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ അറ്റൻഷൻ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻസ് ഉണ്ടാവും, ചോയ്സസ് ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. ബട്ട് അതിൽ ഫോക്കസ് കൊടുക്കേണ്ടത് ഏതാണ് എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അതായത് ഇപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണ്. സോ അങ്ങനെ ഒരു ആലോചിച്ച് ചോയ്സ് എടുക്കാനുണ്ട് നിങ്ങൾ. അഗൈൻ ഇത് 2 കാർഡും ചോയ്സിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഒരു റൈറ്റ് ഡിസിഷൻ ഓക്കെ നിങ്ങൾ എടുക്കുന്നില്ല എന്നൊരു തോന്നൽ യൂണിവേഴ്സിനുണ്ട്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, മേക്ക് ദ ചോയ്സ് വൈസ്ലി എന്ന രീതിയാണ്. അതായത് നിങ്ങളുടെ മുമ്പിൽ പലതും വരും. ഓക്കെ, ബട്ട് അതിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്താണ്, നിങ്ങൾ എന്തിലേക്കാണ് നിങ്ങളുടെ സമയം പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റൻഷൻ എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ മാറ്റിവെച്ച് നിങ്ങൾ വേറെ പലതിലേക്കുമാണോ നിങ്ങളുടെ ശ്രദ്ധ പോകുന്നത് എന്ന രീതിക്ക് ഒന്ന് ചിന്തിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ റൈറ്റ് ചോയ്സസ് എടുക്കാൻ, അതാണ് ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ. മേ ബി നിങ്ങളുടെ മനസ്സ് അങ്ങോട്ട് പോകുന്നുണ്ടാവുക, അതുകൊണ്ടായിരിക്കും യൂണിവേഴ്സ് വാർണിംഗ് തരുന്നത്. നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചൂസ് ചെയ്യാതെ റൈറ്റ് കാര്യങ്ങൾ, അതായത് നമ്മൾ എളുപ്പത്തിൽ എന്തെങ്കിലും നേടാൻ പറ്റും എന്ന് ചിന്തിക്കാം, അല്ലെങ്കിൽ യുനോ ചിലപ്പോൾ നമുക്ക് തോന്നാൻ തെറ്റി ഇപ്പോൾ വേറെ ഏതെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ശ്രദ്ധ വേറെ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെയാണ് യൂണിവേഴ്സ് ഇവിടെ തടയുന്നത്. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നുണ്ട് ബി കെയർഫുൾ, മേക്ക് ദ ചോയ്സ് വൈസ്ലി. ഓക്കെ, നിങ്ങൾക്ക് നല്ലത് എന്താണെന്ന് ആലോചിച്ച് ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കാനാണ് പറയുന്നത്. ഒരു ചോയ്സ് എടുക്കുന്ന കാര്യം 2ലും വരുന്നുണ്ട്. ഇപ്പോൾ റിലേഷൻഷിപ്സിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ കാര്യത്തിലാവാം, എന്തിലായാലും. ഓക്കെ, നിങ്ങളുടെ തീരുമാനങ്ങൾ കറക്റ്റായിട്ട് എടുക്കാൻ ശ്രമിക്കൂ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ ഐ തിങ്ക് നിങ്ങൾ
ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് പിന്നിൽ ഉപേക്ഷിക്കേണ്ടതുണ്ട്. പിന്നിൽ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ വിട്ടുപോകുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഐ തിങ്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനുണ്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഐ തിങ്ക് നിങ്ങളിപ്പോഴും പാസ്റ്റിൽ കിടക്കുന്നുണ്ടാവാം, പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങൾ പെട്ട് നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും ചില കാര്യങ്ങൾ ഒരു വിഷമവും വേദനയൊക്കെ പാസ്റ്റ് സംഭവിച്ച കാര്യങ്ങളെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അവിടെ യൂണിവേഴ്സ് പറയുന്നത് മൂവ് ഓൺ ചെയ്യാനാണ്. ഓക്കെ, സോ ഇവിടെയും മേ ബി ചിലത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യൂ എന്ന രീതിക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഓക്കെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ വേദനകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനേക്കൊന്ന് വിട്ട് കളയൂ എന്ന രീതിക്കാണ്. ചൂസ് പീസ് എന്ന് പറയുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ഓക്കെ, നിങ്ങൾക്ക് സമാധാനം ചൂസ് ചെയ്യൂ എന്ന് പറയുന്ന പോലെയാണ് കാര്യങ്ങൾ. ചിലതിനെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒന്ന് ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക, മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അതും ഒരു കാര്യം പറയുന്നത്. നിങ്ങൾ എനിക്ക് തോന്നുന്നു പാസ്റ്റിൽ ആ വിഷമങ്ങളും സ്ട്രെസ്സിനെ കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് ഇനി ലെറ്റ് ഗോ ചെയ്യാൻ സമയമായി എന്നാണ്. ആൻഡ് ഇവിടെ പേജ് ഓഫ് കപ്സ് ഉണ്ട്. സോ ഇവിടെ മേ ബി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കാം. ഓക്കെ, ഒരുപാട് ഇമോഷണൽ ആവുന്ന വ്യക്തികളായിരിക്കാം. സോ ഇവിടെ യൂണിവേഴ്സ് അഗെയിൻ അതിലും ഒരു ഇത് പറയുന്നുണ്ട്, ദറ്റ് ഒരുപാട് ഓവർ ഇമോഷണൽ ആവരുത് എന്ന രീതിക്ക്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യാൻ പറയുന്ന പോലെയുണ്ട്. നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും അവസരങ്ങൾ വരുന്നുണ്ടെങ്കിൽ ചിന്തിച്ച് ചൂസ് ചെയ്യാൻ പറയുന്നതായിരിക്കാം. അതിനേക്കാൾ കൂടുതൽ എനിക്ക് അതല്ല, എനിക്ക് സെൻസിറ്റീവിൻ്റെ കാര്യമാണ് തോന്നുന്നത്. നിങ്ങൾ ഒരുപാട് ഇമോഷണലാണ്. ഓക്കെ, നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ വളരെ ഇമോഷണലായിട്ട് അപ്രോച്ച് ചെയ്യാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇവിടെ യൂണിവേഴ്സ് അതിനും ഒരു വാർണിംഗ് തരുന്നുണ്ട്, ഓവർ ഇമോഷണൽ ആവാതിരിക്കുക. ഓക്കെ, ആൻഡ് ഓക്കെ ഇത് കുറച്ച് നമ്മളൊരു മെച്യൂരിറ്റിയുടെ കാര്യം പറയും. അതായത് നമ്മൾ ചിന്തിക്കുമ്പോൾ മേ ബി നിങ്ങൾ പ്രായം എത്രയാണ് എന്നുള്ളതല്ല. ഓക്കെ, ബട്ട് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവിടെ കുറച്ചുകൂടി മെച്യൂരിറ്റി കൊണ്ടുവരാൻ പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങാം എന്ന രീതിക്ക്. ഓക്കെ, ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. പേജ് ഓഫ് കപ്സ് ഇവിടെ എന്താ പറയുന്നത്? യെസ് നിങ്ങൾ ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആവാം. ഓക്കെ, നിങ്ങൾക്ക് കേപ്പബിലിറ്റീസ് ഉണ്ട്, ഒരുപാട് കഴിവുകളുണ്ട് നിങ്ങൾ പക്ഷേ ഇമോഷണലായിട്ട് ചിന്തിച്ചിട്ട് പല കാര്യങ്ങളും ഐ തിങ്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. സോ യൂണിവേഴ്സ് പറയുന്ന കുറച്ച് ഇമോഷൻസ് മാറ്റി വെച്ച് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവൂ, സ്ട്രോങ് ആവൂ എന്ന രീതിക്ക് പറയുന്ന പോലെ ഉണ്ട്. നിങ്ങളുടെ കഴിവുകളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ തിരിച്ചറിയൂ എന്നാണ്. ആൻഡ് ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. സോ നിങ്ങളോട് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ആരോടും ഹെൽപ്പ് ചോദിക്കുന്നുണ്ടാവില്ല. എനിക്ക് ഹെൽപ്പ് ചോദിക്കാതെ തനിയെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയുന്നുണ്ടാവില്ല. സോ അതിന് യൂണിവേഴ്സ് പറയുന്നത് ആരോടെങ്കിലും അഡ്വൈസ് എടുക്കൂ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ചേർത്ത് നിങ്ങൾ ആരെങ്കിലും ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ അവരോട് നിന്ന് പഠിക്കാൻ ശ്രമിക്കുക, ആരോടെങ്കിലും പഠിച്ചെടുക്കാൻ ശ്രമിക്കുക, ഗൈഡൻസ് എടുക്കാൻ ശ്രമിക്കുക, ആരോടെങ്കിലും കൂടി ചേർന്നിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ്. നിങ്ങൾ തനിച്ച് മേ ബി എല്ലാം കൂടി ട്രൈ ചെയ്യുന്നുണ്ടാവും. ബട്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരോട് കൂടി ഹെൽപ്പ് എടുക്കുന്നതിൽ തെറ്റില്ല. ഓക്കെ, ആരെങ്കിലും കൊളാബറേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടാലൻസ് ഉണ്ടെങ്കിൽ തന്നെ അതിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് ഇവിടെ. ഓക്കെ, സോ ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഒരു വാർണിംഗ് തന്ന പോലെ എടുക്കാം. ആൻഡ് ഇവിടെ നമുക്ക് യൂണിവേഴ്സിന് നിങ്ങളിൽ എന്താണ് പോസിറ്റീവായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ യൂണിവേഴ്സിന് ഇഷ്ടമുള്ളത് എന്ന് നമുക്ക് നോക്കാം. വേൾഡ്, ഓക്കെ, വെരി നൈസ്. കിങ് ഓഫ് കപ്സ്, 8 ഓഫ് കപ്സ്, ഓക്കെ, അതിൻ്റെ താഴെ തന്നെ വന്നു, വെരി ഗുഡ്. യെസ്, ഓക്കെ, 10 ഓഫ് wands, കിങ് ഓഫ്, ഓക്കെ, സെയിം കാർഡ്, സെയിം ഞാൻ നേരത്തെ കണ്ടിരുന്നു ഈ കാർഡ്സ്, അത് തന്നെ വീണ്ടും വന്നു. ഓക്കെ, സോ ഇവിടെ പറയുന്ന സെയിം കാര്യങ്ങളാണ്. ഓക്കെ, അതായത് ഇവിടെ ലൈഫിൽ ആക്ച്വലി നിങ്ങൾക്ക് എന്തെങ്കിലും സക്സസ് ഒക്കെ വരുമ്പോൾ വലിയ ഇഷ്ടമാണ് എന്നാണ്. ഓക്കെ, അതായത് നിങ്ങൾ എന്തെങ്കിലും നേടുമ്പോൾ അതിന് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ആക്ച്വലി ഇവിടെ നമ്മൾ കൺഫ്യൂഷൻ്റെ കാര്യത്തിൻ്റെ മേലെ തന്നെയാണ് ഇവിടെ സക്സസ് വന്നിട്ടുള്ളത്. സോ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ റൈറ്റ് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, എന്ത് കാര്യമാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചെടുത്തു കഴിഞ്ഞാൽ, ചെയ്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി സക്സസ് എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് അത് നിങ്ങളോട് റൈറ്റ് ചോയ്സസ്, പക്ഷേ ചില തീരുമാനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ, ആ തീരുമാനങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗൈഡൻസ് ആണ് ഇപ്പോൾ ഇവിടെ തരുന്നത്. ആൻഡ് നിങ്ങൾക്ക് സക്സസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് നിങ്ങൾ ഓരോന്നും അച്ചീവ്മെൻറ്റ് വരുമ്പോൾ യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളൊപ്പം സന്തോഷിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ കിങ് ഓഫ് കപ്സ് ഉണ്ട്. സോ മേ ബി നിങ്ങൾ വളരെയധികം ഇമോഷണലായിട്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെ ആ ഇമോഷണൽ മെച്യൂരിറ്റിയുടെ കാര്യമാണ് കാണുന്നത്. ഓക്കെ, അതായത് കുറച്ചുകൂടി മെച്യൂർഡ് ലെവലിൽ നിൽക്കുന്ന രീതിക്കാണ്. ഇമോഷൻസ് വേണ്ടാന്നല്ല, ഓക്കെ, ബട്ട് നിങ്ങളോട് പറയുന്നത് ഇമോഷൻസിനെ നമ്മളൊരു പറയില്ലേ കൺട്രോളിൽ കൂടി വെക്കാൻ അറിയണം. എവിടെ ഇമോഷണൽ ആവണം, എവിടെ നമ്മൾ പ്രാക്ടിക്കൽ ആവണം എന്നുള്ളത് ഞാൻ നേരത്തെ അത് തന്നെയാണ് പറഞ്ഞത്. സോ ഇവിടെ ഐ തിങ്ക് നിങ്ങൾ അങ്ങനെ ആവാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിന് യൂണിവേഴ്സിൻ്റെ അഗെയിൻ ആ ഒരു സന്തോഷം നിങ്ങൾ അങ്ങനത്തെ ചെയ്യുമ്പോൾ യൂണിവേഴ്സിൻ്റെ വളരെയധികം സന്തോഷം തന്നെയാണ്. ഓക്കെ, സോ നിങ്ങൾ അഗെയിൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു റിവേഴ്സലാണ് ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിൽ ഈ മാറ്റങ്ങൾ വരും. എൻ്റെ അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സ് സന്തോഷിക്കും എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, എൻ്റെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു മൂവ് ഓൺ എന്ന് ഞാൻ പറഞ്ഞിരുന്നു, അതേ കാർഡ് ഇവിടെ വന്നു. സോ യെസ്, നിങ്ങൾ ആക്ച്വലി ചിലത് വിട്ട് കളഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പല പുതിയ അവസരങ്ങളും യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. CS എവിടെയും വിട്ടുപോകുന്ന കാര്യമാണ് കാണുന്നത്. വളരെയധികം എല്ലാം സെയിം ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. സോ നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ, ഓക്കെ, ചിലത് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കാൻ തയ്യാറാവുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വേറെ നല്ലതാണ് കരുതി വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ഈ ഒരു ധൈര്യം, പക്ഷേ ഇത് നമ്മൾ പറയില്ല, ചിലത് വിട്ടുകളയാം, നമുക്ക് ധൈര്യം കൊണ്ടുവരണം അല്ലേ. സോ ആ കാര്യങ്ങൾ നിങ്ങളൊരു തീരുമാനമെടുക്കാൻ, സ്ട്രോങ് ആയിട്ട് തീരുമാനമെടുക്കാൻ, ചിലത് വിട്ടുകളയാൻ, ഓക്കെ, വിട്ടു മാറേണ്ട കാര്യങ്ങളുണ്ടാവും. അതിപ്പോൾ ഏത് സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ലൈഫിൽ അതിനനുസരിച്ച് തീരുമാനം എടുക്കുക. സോ ഇവിടെ നിങ്ങളത് ചെയ്യുമ്പോൾ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഫുള്ളി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒരു തനിച്ചാവും എന്ന രീതിക്കൊന്നും ചിന്തിക്കരുത്. ഓക്കെ, എൻ്റെ ഇവിടെ ഓവർ വർക്ക് സ്ട്രെസ് കാണുന്നുണ്ട്. ഞാൻ നേരത്തെയും ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഓവർ ഇമോഷണൽ ആയിട്ട് പോകുമ്പോൾ ഐ തിങ്ക് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ മേലെ ഒരുപാട് ബേർഡൻ എടുക്കുന്നുണ്ടാവാം, ഒരുപാട് ഭാരങ്ങൾ നിങ്ങളുടെ മേലെ എടുക്കുന്നുണ്ടാവാം. ആൻഡ് ഇവിടെ യൂണിവേഴ്സ് അത് സപ്പോർട്ട് ചെയ്യില്ല ഒരിക്കലും. ഓക്കെ, എന്ന് മാത്രമല്ല ഐ തിങ്ക് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ മേലെ ഒരുപാട് നിങ്ങൾ അങ്ങനെ ഒരുപാട് ഓവർ ഇമോഷണലൊക്കെ ആയിട്ട് മറ്റുള്ളവർ കൂടുതൽ കൺസിഡറേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളെ തന്നെ കെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈ ഭാരങ്ങൾ താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സോ അത് നിങ്ങളോട് ആ ഭാരങ്ങൾ താഴെ ഇടാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്യൂ. ഓക്കെ, പറ്റാത്തത് നിങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ തന്നെ സാക്രിഫൈസ് ചെയ്യാതിരിക്കുക എന്ന രീതിക്കാണ്. എൻ്റെ ഇവിടെ കിങ് ഓഫ് സോർഡ്സ് എനർജി ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ മറ്റുള്ളവരെ സപ്പോർട്ട് എടുക്കാനാണ് ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞത്. ആൻഡ് മാത്രമല്ല, നിങ്ങളോട് ശരിക്കും നിങ്ങൾക്ക് കഴിയും. ഓക്കെ, ആക്ച്വലി ഇതിലും ടാലൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, ടാലൻറ്റ് റെക്കഗ്നിഷൻ ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഇവിടെയും നിങ്ങൾ റെസ്പെക്റ്റ് എന്ന് കാണുന്നുണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ റെസ്പെക്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ ഇത് സ്ട്രോങ് ആവുന്ന ഒരു കാര്യമാണ് കാണുന്നത്, പോലെ തന്നെ ആക്ഷൻ എടുക്കുന്ന കാര്യമാണ്. സോ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതിനെയൊക്കെ ഫോളോ ചെയ്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി ആക്ഷൻ എടുക്കൂ എന്ന രീതിക്കാണ്. മാത്രമല്ല, സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നിൽക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. ആൻഡ് മേ ബി ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞത് യൂണിവേഴ്സ് എന്താ നിങ്ങളിൽ ഇഷ്ടമുള്ളത് എന്നായിരിക്കും. സോ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആവണം എന്നാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ മാറ്റേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി യൂണിവേഴ്സ് കാണിച്ചു വന്നു. നിങ്ങൾ എങ്ങനെ മാറണം എന്നുള്ളത് കൂടി ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത് തിരിച്ചറിയാം, നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചറിയാം. ഓക്കെ, നിങ്ങൾക്ക് സക്സസ് തീർച്ചയായിട്ടും വരും. ആൻഡ് അതിനുവേണ്ടി ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ഞാനിവിടെ കിങ് ഓഫ് പെൻഡിക്കിൾസ് കൂടിയുണ്ട്. കുറച്ച് പേർക്ക് കരിയറിൽ ഗ്രോത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അബണ്ടൻസ് എന്ന രീതിക്ക് എടുക്കാം. ഹെൽത്ത് വൈസ് നിങ്ങൾ ബെറ്റർ ആവുന്ന രീതിക്കായിരിക്കാം. സോ ഓവറോൾ നിങ്ങൾ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ബ്ലെസ്സിങ്സ് എടുത്തു വെച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, റിമെമ്പർ ദാറ്റ് യു ആർ ഇനഫ്. യെസ്, take action. Okay, practice meditation. Okay, and surrender. Okay, stay open എന്ന് പറയുന്നുണ്ട്. വെൽക്കം ചേഞ്ച്, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, സ്റ്റേ ഓപ്പൺ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് യൂണിവേഴ്സ് പറയുന്നത് മാറ്റങ്ങളെന്ന് മാത്രമല്ല, നിങ്ങൾ ബ്ലെസ്സിങ്സ് റിസീവ് ചെയ്യാൻ തയ്യാറാവൂ എന്നാണ്. സോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചില മാറ്റങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ചില ബ്ലെസ്സിങ്സ് എടുത്ത് വെക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് സ്റ്റേ ഓപ്പൺ ടു ദ ബ്ലെസ്സിങ്സ്. ഓക്കെ, യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്കത് തരും. റിമെമ്പർ ദാറ്റ് യു ആർ ഇനഫ്. ഞാനതാ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണോ ഓക്കെ അത് ഇനഫ് ആണ് എന്ന് നിങ്ങൾ തിരിച്ചറിയാം. നിങ്ങളെ തന്നെ നിങ്ങൾ വാല്യൂ ചെയ്യാൻ തുടങ്ങാം. നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ആദ്യം. ടേക്ക് ആക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ആക്ഷൻ എടുക്കാനുണ്ട്. ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ അല്ലേ, നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, അതിനുവേണ്ടി ആക്ഷൻ എടുക്കുക. ഓക്കെ, ടേക്ക് ആക്ഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനാണ് പറയുന്നത്. ആക്ച്വലി ഇവിടെ ആദ്യത്തെ ഒരു പടി കയറാൻ നിൽക്കുന്ന പോലെയാണ് അല്ലേ. സോ നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല. ഓക്കെ, സോ ആ ഒരു ഫസ്റ്റ് ആക്ഷൻ നിങ്ങൾ എടുക്കൂ, ധൈര്യത്തിലെടുക്കൂ എന്നാണ്. പ്രാക്ടീസ് മെഡിറ്റേഷൻ പറയുന്നുണ്ട്. കുറച്ചൊക്കെ നിങ്ങൾ മനസ്സിൽ നിങ്ങൾക്ക് ഒരു സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. എന്ന് മാത്രമല്ല, യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ കൂടി നല്ലതാണ്. ബിക്കോസ് യൂണിവേഴ്സ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഗൈഡൻസ് തരും ആ സമയത്ത്. മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യൂ. ആൻഡ് സറണ്ടർ. ഓക്കെ, സറണ്ടർ എന്ന് പറയുന്നത് എല്ലാവരും ചോദിക്കാറുണ്ട്, നമ്മൾ എന്താണ് ഈ സറണ്ടർ അല്ലെങ്കിൽ ഡിറ്റാച്ച്മെൻറ്റ് എന്താണെന്ന്. നമ്മൾ പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലേ, പക്ഷെ അതിൻ്റെ റിസൾട്ട് എന്താവും എന്നുള്ളത് നമ്മൾ യൂണിവേഴ്സിനെ വിട്ടുകൊടുക്കാനാണ് പറയുന്നത്. നല്ലത് ചെയ്താൽ തീർച്ചയായിട്ടും നല്ലത് തന്നെ വരും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. നമ്മളെപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വരണം എന്നുള്ള ഒരു ചിന്തയുണ്ടാവും നമ്മുടെയൊക്കെ ഉള്ളിൽ. അതാണ് ഇവിടെ പ്രശ്നം. അതിനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നമ്മൾ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ ചെയ്യുക എന്ന് പറയും. ഗീതയിലൊക്കെ പറയുന്ന കാര്യമാണ്. ഞാൻ കൂടുതൽ ഇവിടെ സ്പിരിച്വലായിട്ട് അങ്ങനെ കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം നമ്മൾ എന്തും ചെയ്യുന്നത് നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തന്നെ വരും.
ഓക്കെ, നമ്മൾ എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആവില്ല ആരും, അതും മനസ്സിലാക്കുക. യു ആർ ഇനഫ് എന്ന് നേരത്തെ പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ഇനഫ് ആണ്. ഓക്കെ, അത് തെറ്റും മിസ്റ്റേക്സ് ഒക്കെ പറ്റും, പറ്റായ അതെല്ലാം എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. ബട്ട് നമ്മൾ വീണ്ടും ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഒരിക്കൽ ഇപ്പോൾ നമ്മൾ വഴി തെറ്റിപ്പോയാലും ഓക്കെ, നമ്മൾ അവിടെ തന്നെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമോ? ഇല്ല അല്ലേ, നമ്മൾ വേറെ വഴി കണ്ടുപിടിക്കും. അവിടെ നിന്ന് തിരിച്ച് നമ്മൾ എങ്ങനെയാണ് മെയിൻ റോഡിലേക്ക് എത്തേണ്ടത്, അല്ലെങ്കിൽ എവിടേക്ക് നമുക്ക് പോകേണ്ട അവിടേക്ക് എങ്ങനെയാണ് എത്തേണ്ടത് നമ്മൾ കണ്ടുപിടിക്കും. സോ അതുപോലെ തന്നെയാണ് ജീവിതവും, അങ്ങനെ തന്നെ കണക്കാക്കുക. ഓക്കെ, നമ്മൾ ശരിക്കും എന്ത് തന്നെ വന്നാലും നമ്മൾ വീണ്ടും ശ്രമിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. ആൻഡ് അത് മാത്രമല്ല, റിസൾട്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എഫേർട്ട് മാക്സിമം നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് യൂണിവേഴ്സിൻ്റെ കയ്യിൽ ബാക്കി വിട്ടുകൊടുക്കുക. അതാണ് സറണ്ടറിങ് എന്ന് പറയുന്നത്. ഓക്കെ, നല്ല റിസൾട്ട് നമുക്ക് യൂണിവേഴ്സ് തന്നോളും എന്ന രീതിക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുക. എക്സ്പെക്റ്റേഷൻസ് വെക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്ന് പറയുന്നത്. ഞാൻ കൂടുതൽ ഇതിലേക്ക് പോകുന്നില്ല, ഇന്നിപ്പോൾ അത് ലെക്ചർ തരാനുള്ള ഒരു ഇതിലല്ല ഞാൻ. ഓക്കെ, എന്തായാലും ശരി. ഇപ്പം നിങ്ങളോട് പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റാനുണ്ട് എന്നാണ്. ആൻഡ് അത് മാറ്റുമ്പോൾ എന്താണ് നിങ്ങൾക്ക് നല്ലത് വരുന്നത് എന്നും യൂണിവേഴ്സ് കാണിച്ചു തന്നു. ഓക്കെ, സോ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.